എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരിലാണ്. അപ്പം ഇപ്പം നമ്മുടെ ഹോസ്റ്റലിലാണുള്ളത്. ഇനി നമ്മൾ ഉദയ്പൂർ കറങ്ങാനായിട്ട് ഇറങ്ങുകയാണ്. അതെ, ആദ്യം പോയി നമുക്ക് സൺസെറ്റ് കാണണം. അതെ, ബിക്കോസ് 5 മണിയായി, 5:30 5:45 സൺസെറ്റ് ആണ് ഇവിടെ. അപ്പം നമ്മൾ 3ാമത്തെ നിലയിലാണ്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നടന്ന് താഴെ വരെ ഇറങ്ങണം. അപ്പം ഇവിടെ ലിഫ്റ്റൊന്നുമില്ല. അപ്പം നമ്മൾ മേടി വരെ എടുത്തുകൊണ്ട് വരാനാണെങ്കിലും നമ്മൾ തന്നെ ബാഗൊക്കെ ചുമന്നുകൊണ്ട് വരണം. അല്ല, അവർ സഹായിക്കും, പക്ഷെ നമുക്ക് ആകെ 2 ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എടുത്തോളാന്ന് പറഞ്ഞോണ്ടാ. അതെ, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതൊക്കെ പൊക്കിയെടുത്ത് 3ാമത്തെ നില വരെ കയറണ്ടേ. അപ്പോൾ ഒറ്റ ബാഗ് ആകുമ്പോൾ സിമ്പിൾ, ലൈറ്റായിട്ട് പാക്ക് ചെയ്യുക, രക്ഷയിട്ട ബാക്കിയൊക്കെ വണ്ടിക്കകത്ത് വെച്ചിട്ട് പോകും ഞങ്ങൾ. ഇവിടെ എവിടെയാണേലും ഇങ്ങനെ പാക്ക് ചെയ്താലേ നടക്കുള്ളൂ. കാരണം എല്ലാവരും കുന്നിൻ്റെ പൊക്കത്താ കൂടുതലും. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ജയ്പൂർ കിട്ടിയ എത്ര സുഖമുള്ള ഹോസ്റ്റൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല. ഗള്ളിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതെ, ഇവിടെ എല്ലാം ഇങ്ങനെയാണ്. ഹോസ്റ്റല് മിക്കതും ഏത് സിറ്റിയിൽ പോയാലും ഇതുപോലുള്ള ഏരിയകളിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ നമ്മൾ കുറച്ചുകൂടെ ക്ലീനാണ് ഉദയ്പൂർ. ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ള ഏരിയനേക്കാളും ഞാൻ നോക്കിയിട്ട് ഗള്ളി ഏറ്റവും കൂടുതൽ ക്ലീൻ അല്ലാഞ്ഞത് ജോധ്പൂരിലാണ്. ഏറ്റവും ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഉദയ്പൂരും ജയ്പൂരും ക്ലീൻ ആയിരുന്നു. ജയ്പൂരും അത്യാവശ്യം ക്ലീൻ ആയിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ഹോസ്റ്റലിലെ കാര്യം മെയിൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഹോസ്റ്റൽസ് എന്ന് പറയുന്നത് 700 രൂപയ്ക്കാണ്. ഒരാൾക്ക് 350 രൂപ വെച്ച് പെർ ബെഡിന്. പക്ഷേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ചിലവ്. ഞാൻ നോക്കിയിട്ട് ഞങ്ങളെക്കാളും ചിലവ് വണ്ടിക്ക് ഒരു ദിവസം പാർക്കിങ് 500 രൂപ. വണ്ടിയുടെ പാർക്കിങ് 1000 രൂപ ഇപ്പോൾ 2 ദിവസത്തേക്കായത്. അതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 500 രൂപ. നമ്മൾ ലോറി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് ആവാറുള്ളൂ മാക്സിമം. 150 രൂപ 200 രൂപയ്ക്കാണ് ലോറി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നിടത്ത്. ഇത്തിരിയുള്ള 4 പേരുള്ള കാറ് പാർക്ക് ചെയ്യുന്നതിന് 500 രൂപ. സൺസെറ്റൊക്കെ ആവാറായി. അതെ, വേറെ നടന്ന് പോകണം. പോകുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഓൾഡ് സിറ്റിയിലാണ്. ജയ്പൂർ ഉദയ്പൂർ ഓൾഡ് സിറ്റിയിലാണുള്ളത്. അപ്പോൾ ഈ മെയിൻ ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഓൾഡ് സിറ്റി. എല്ലായിടത്തും ഓൾഡ് സിറ്റിയാണ് മെയിൻ ടൂറിസ്റ്റ് ഏരിയ. മറ്റേ ന്യൂ സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ കുറേ ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പുതിയ ടൈപ്പ് ഓഫ് ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ടൂറിസ്റ്റ് സ്പോട്ട് ഏരിയകളെല്ലാം ഓൾഡ് സിറ്റിയിലുള്ളത്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങും ഭയങ്കര ശോകം. ഒരു 3 ദിവസം ഉണ്ടെങ്കിൽ ഉദയ്പൂരിന് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ടൈം എടുത്ത് പതുക്കെ കറങ്ങുന്നതുകൊണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കുന്നു. അതെ, ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഹോട്ടലുകളൊക്കെ പാർക്കിംഗ് ഭയങ്കര ശോകം. അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ല. അപ്പം ഹോട്ടലുകൾ പാർക്കിംഗ് ഉള്ള ഇല്ല എടുക്കുമ്പോൾ ഒരു 3000-4000 രൂപയുടെയൊക്കെ റൂമിനൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ അത്രയും ബഡ്ജറ്റിലോട്ട് പോയില്ല. അപ്പോൾ പിന്നെയും കയ്യിൽ നിന്ന് പോയി കാശ് സങ്കടം വരുന്നു. അത് ഒരാൾക്ക് 350 രൂപയ്ക്ക് ചാർജ് നമ്മൾ റൂം എടുത്താൽ വരുന്നത്. പക്ഷേ അതെ, വണ്ടിക്കാണ് ചാർജ് കൂടുതൽ. പക്ഷെ പണ്ട് കാര്യമില്ല, നമ്മുടെ ആവശ്യമാണല്ലോ. അതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഉദയ്പൂർ കറങ്ങുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് 2 വീലറാണ്. അത് ഇവിടെ വന്നിട്ട് റെൻ്റ് എടുത്താൽ മതി. റെൻ്റ് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ പല റേറ്റ് പറയും. അപ്പോൾ ഇതാണ് ചാന്ദ്പൂർ. ഉദയ്പൂർ വെൽക്കംസ് യു ടു ദ സിറ്റി ഓഫ് ലേക്സ്. ഇങ്ങോട്ട് 1 വേ, ഇങ്ങോട്ട് ഒറ്റ സൈഡേ വണ്ടി പോവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മെയിൻ ടോപ്പിക്ക് വണ്ടി റെൻ്റ് എടുക്കുന്നതിൻ്റെ കാര്യം. ഞങ്ങൾ ആദ്യത്തെ ദിവസം ജസ്റ്റ് റെൻറ്റിൻ്റെ എമൗണ്ടൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ചോദിച്ചപ്പോൾ സ്കൂട്ടറിന് 800 രൂപയും ബൈക്കിന് 1000 രൂപയാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റലിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ 400 രൂപയാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു വടപ്പാവ് കഴിക്കാൻ വേണ്ടി പോയി ചേച്ചിനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് ഇതുപോലത്തെ റെൻറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരനോട് ഇപ്പോൾ അവിടെ 350 രൂപയുടെ ചാർജ് പറഞ്ഞത്. അപ്പോൾ 300 രൂപ 350 രൂപയിൽ കുറഞ്ഞ വേറെ അവിടെ വണ്ടിയൊന്നും കിട്ടില്ല. ഹാഫ് ഡേ ആണെങ്കിലും ഫുൾ ഡേ ആണെങ്കിലും 300-350 അതാണ് റേറ്റ്. 350 ആണ് എല്ലായിടത്തും ചാർജ് ചെയ്യുന്നത്. 300 പിന്നെ ഓഫീസറിലൊക്കെ വന്നാലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഉദയ്പൂർ വന്നു കഴിഞ്ഞിട്ട് ഓൾഡ് സിറ്റി ഏരിയയിലേ നമുക്ക് ഈ പറഞ്ഞ പോലെ പാർക്കിങ്ങിൻ്റെയൊക്കെ പ്രശ്നമുള്ളൂ. അപ്പം വേറെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാലസ് ആയിക്കോട്ടെ, ലേക്ക്, ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ ഒരു ഉള്ളിൽ വരും, 1 കിലോമീറ്ററിന്. അപ്പോൾ ഞങ്ങൾ നിന്നിടത്തുനിന്ന് ഒരു 500-600 മീറ്റർ പാലസ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ എല്ലാം ഒരു ഏരിയയിൽ വരും. പക്ഷേ ഇവിടെ പാർക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രെയിനിന് വരിക, വന്നിട്ട് സ്കൂട്ടി റെൻ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഉദയ്പൂരിൽ വരുമ്പോൾ. അപ്പോൾ ഇവിടെ 2-3 ഏരിയയിലുണ്ട് പാർക്കിങ്. ഒന്ന് കടകളുടെ പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഈ 500 രൂപ അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഈ ചാന്ദ്പൂർ പാർക്കിങ്. അത് വരുന്നതെന്ന് പറയുന്നത് ഒരു 450 രൂപ വരും ഒരു ഫുൾ ഡേ വരുമ്പോൾ, മണിക്കൂറിന് 20 വെച്ചിട്ട്. പിന്നെ അപ്പുറത്തൊരു മസ്ജിദ് ഉണ്ട്. അപ്പോൾ മസ്ജിദിൻ്റെ അവിടുത്തെ പാർക്കിങ് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അത് ഗവൺമെൻറ് പാർക്കിംഗ് ആണ്. അപ്പോൾ അവിടെയും 20 രൂപ വെച്ച് അവർലി റേറ്റ് വരും. അത് 450 രൂപ വരും.
അപ്പോൾ സൂര്യൻ ഇതേ അസ്തമിച്ച് തുടങ്ങി. 6:15 സൂര്യാസ്തമയം. പിന്നെ 5:45 ഉള്ളൂ, 5:40 ഉള്ളൂ. പോട്ടെ. അപ്പം ഇന്നലെ ഞങ്ങൾ ഈ മന്ദിറിൽ വന്നപ്പം ഇവിടെ നോട്ട് ചെയ്ത് വെച്ച സ്ഥലം അത്. അപ്പം ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇവിടെ നിന്ന് ഇത്ര കാണാൻ പറ്റില്ല, കാരണം ബിൽഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ നേരത്തെ നമുക്ക് കുറച്ചുകൂടെ സൂര്യനെ കാണായിരുന്നു. പക്ഷെ അപ്പം വെട്ടം ഉണ്ടായിരുന്നുള്ളൂ, സൺസെറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതേ സൂര്യൻ ഇപ്പോൾ അവിടെ പതുക്കെ അസ്തമിക്കുന്നു. ഇവിടെ കുറേ പേര് വന്നിരിപ്പുണ്ട്. ഇതിവിടെ ഈ പിച്ചോള ലേക്കിൻ്റെ തീരത്തൊരു മന്ദിര, നല്ലൊരു ആലും നിൽപ്പുണ്ട്. ഇത് ആ റൂഫ് ടോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല സൺസെറ്റ് കിട്ടും. ഇവിടെ ലേക്ക് പിച്ചോളയിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും ഇതേ ഇവിടെ തിരുത്തോന്നിരുന്നു. ഇപ്പോൾ അതെ സൺസെറ്റ്, നല്ല വ്യൂ, നല്ല ഓളം തട്ടുന്നുണ്ടല്ലേ ചെറുതായിട്ട്. ഞാനിവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ നോട്ടീസ് കാര്യം എന്താണെന്നറിയോ, സൺസെറ്റ് ആകുമ്പോൾ ഇവിടെ വേറൊരു ഭംഗിയാണ്, പകരമുള്ള ഭംഗിയേ അല്ല. അല്ലല്ല, സൺസെറ്റിനൊരു പ്രത്യേക ഭംഗിയാണ്. ആകാശം കണ്ടോ? അതാ ആകാശം വേറൊരു ഭംഗി, ബിൽഡിങ്ങുകൾക്കൊക്കെ വേറൊരു ഭംഗി, വെള്ളത്തിന് വേറൊരു ഭംഗി. പൊന്നുവിൻ്റെ മെയിൻ ആഗ്രഹമാണ് ഉദയ്പൂരിലെ സൺസെറ്റ് കാണുക എന്നുള്ളത്. ഇനി പക്ഷേ ഇവിടെ അല്ല, അത് വേറൊരു അതിൻ്റെ പേര് ഞാൻ പറഞ്ഞ സ്ഥലമുണ്ട്, അതിൻ്റെ പൊക്കത്തിരുന്ന് കാണാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് അത് ഞാൻ സിനിമയ്ക്കകത്ത് കണ്ടാണ്, അപ്പോൾ തൊട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സൂര്യനോട് പതുക്കെ മറഞ്ഞു. ഈ സൺസെറ്റ് കൊള്ളാം അല്ലേ? ഫുള്ള് മറയുന്ന കണ്ടില്ലേലും കൊള്ളാം, നല്ല ലൈറ്റ്. ഇവിടെ ചായക്കാരനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇന്നും ഇതുപോലെ ആൾക്കാർ വന്നിരിക്കുന്നത്. എപ്പോൾ വന്നാലും ഇവിടെ ആളുണ്ട്. ഉച്ചയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാ, നല്ല കാറ്റാ ആ സമയത്ത്. പിന്നെ ഞങ്ങളുടെ റെസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾ ഇന്നലെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഉറങ്ങി. രാവിലെ ഉച്ചയാറായി എണീറ്റ്. അപ്പോൾ ഒരു 10-11 മണിക്കായപ്പോൾ എണീറ്റു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ എണീറ്റു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം റൂമിലിരുന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളിപ്പോൾ വൈകുന്നേരം സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. ഇപ്പോൾ വൈകുന്നേരം നമുക്ക് മാർക്കറ്റിലൂടെ പോകാം. അവിടെ ഹാത്തിപ്പോൾ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. നമ്മൾ വന്നിട്ട് അവിടെ മാത്രം പോയില്ല. അപ്പം അവിടെയും കൂടെ ഒന്ന് പോയിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങാം. പിന്നെ എന്തായാലും ഭയങ്കര ഹെവൻലി ഫീലല്ലേ ആകാശം കിട്ടുമ്പോൾ. സത്യം, വെള്ളത്തിൻ്റെ കളറുണ്ടോ, ഗോൾഡായി. അത് സൺസെറ്റിൻ്റെ സമയത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ ആ വൈറ്റിൽ കാണുന്നത് താജിൻ്റെ ഹോട്ടലാണ്. അതിൻ്റെ ബാക്കിൽ ഒരു ബിൽഡിംഗ് കാണുന്നതാണ് വാട്ടർ പാലസ് അല്ലെങ്കിൽ ജഗ്നിവാസ്. അവിടെ ഒന്നും നമ്മൾ പോയില്ല, അവിടെയൊക്കെ പോകണം. അവിടെയൊക്കെ ബോട്ടിന് കയറുകയാണ് നമ്മൾ പോകാൻ. അവിടെയൊക്കെ നാളെ പോകല്ലേ. പ്രാവുകളായി പറക്കുന്നതെല്ലാം. ഇതിൻ്റെ സൈഡിൽ അപ്പുറത്താണ് നമ്മൾ പോയ ഗംഗാവരി ഘട്ട്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് എവിടെയാണെന്ന് പറയുക, ആ മഞ്ഞ ബിൽഡിങ്ങില്ലേ, അതിൻ്റെ നേരെ ഇപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഗംഗാവരി ഘട്ടിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തെ ഏരിയ, ഇവിടെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ ഏരിയയാണ് ഘാട്ട് വരുന്നത്. ആ ഹോട്ടലൊക്കെ ഉണ്ടോ? അവിടെയൊക്കെ ഹോട്ടലിൽ തന്നെ പ്രൈവറ്റ് ബാൽക്കണികൾ എന്തെങ്കിലും ഉണ്ടോ? ബാൽക്കണികളും പിന്നെ പ്രൈവറ്റ് ബോട്ടൊക്കെ ഉണ്ട്. നമുക്കൊരു ബോട്ടിങ് പോയാലോ? ബോട്ടിങ് കാണാൻ പോവാം. സൺറൈസിന് ബോട്ടിങ് പോയാലോ? എന്താ അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ്. ആ പാലത്തിനടി കൂടെ കൊണ്ടുപോകുന്നില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഇവിടെ നിന്ന് തിരിഞ്ഞു പോവുക. ഈ ബോട്ട് പോകുമ്പോൾ നല്ല ഓളമാണ്. മിക്കവാറും നനയും. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പം 2-3 ദിവസം അവിടെ നിന്ന് സൺസെറ്റ് കാണാം, സൺറൈസ്. നല്ലൊരു ഐഡിയ ഉള്ള പരിപാടിയാണ്. നല്ല രസമാണ്. ചുമ്മാ നമ്മളിങ്ങനെ വൈകുന്നേരം സൺസെറ്റ് ഒക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ചുമ്മാ ഇരിക്കാം, എൻജോയ്മെൻറ്റ്. നമ്മൾ മെയിൻ ടൂറിസ്റ്റ് ഏരിയ മാത്രം പോയിട്ട് അറിയില്ല. സൺസെറ്റിനും സൺറൈസിനും വേറൊരു വൈബുണ്ട്. താറാവല്ലേ അത്? താറാവാ. ഇതിൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ഒരു ടൈപ്പ് ഓഫ് വെള്ള പ്രാണിയുണ്ട്, അതിനെ ഇതിൽ പിടിച്ച് കഴിക്കുന്നത്. വേറൊരു ബോട്ട് വരുന്നുണ്ട്, കുറച്ച് വെറൈറ്റി ഡിസൈൻ അല്ലേ, നല്ല രസമുണ്ടാണ്. ഈ ബോട്ടിങ് കൂടുതലും ഇതെല്ലാം ഫോറിനേഴ്സ് കേട്ടോ. അതെ, എനിക്ക് തോന്നുന്നുണ്ട് ഈ ചില ബോട്ടുകളെല്ലാം ഇവിടെ ഇതുപോലെ വാട്ടർ പാലസുകൾ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ. അപ്പോൾ ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും എവിടെ കയറിയാലും ലേക്ക് വ്യൂ ആണ്. ലേക്ക് വ്യൂ എന്ന് പറയുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പൊക്കി പണിതേക്കുന്നതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പം ലേക്ക് വ്യൂ ആണ്. നമ്മൾ ഇപ്പം ഹോസ്റ്റലിലേക്കുന്ന അവിടെ 350 രൂപയാണ് പെർ ബെഡിന് റെൻറ്റ് വരുന്നതെന്ന്. പക്ഷേ അവിടുത്തെ ഫുഡ് കുറച്ച് എക്സ്പെൻസീവാണ്. അത് ഈ ലേക്ക് വ്യൂ സൈഡിലുള്ള മിക്കടുത്ത്, അത് ടൂറിസ്റ്റ് ഏരിയയിലായതുകൊണ്ട് പൊതുവേ എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ കറിക്ക് 590 രൂപ, ഒരു ബട്ടർ ചിക്കന് 620 രൂപ,
അങ്ങനത്തെയൊക്കെ മെനു ആണ്. ബാക്കിയൊക്കെ പക്ഷെ നമ്മൾ നോർമൽ കടകളുണ്ട്. ഞങ്ങൾ വെളിയിൽ നിന്ന് നോർമൽ കടകളാണ് കഴിക്കുന്നത്. പിന്നെ ഹോസ്റ്റലിൽ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫൈൻ വരും, അവർ ഇൻ കേസ് കണ്ടാൽ ഫൈൻ വരും. ഇപ്പം സമയം 6:15, സൂര്യനൊക്കെ അസ്തമിച്ചു, എല്ലാ കടലും ലൈറ്റ്സ് ഒക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം, ഹാത്തിപ്പോൾ മാർക്കറ്റിലോട്ട് പോവാം. ഇതൊക്കെ ഇവിടുത്തെ പ്രീ വെഡിങ് ഷൂട്ട് ഏരിയ ആണ്. ഇവിടെ ഒരു പ്രീ വെഡിങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വെറൈറ്റി സൈക്കിൾ കണ്ട് എന്നുണ്ട്. അത് അതേലോട്ട് ചേർത്ത് പൂട്ടിയിട്ടേക്കുക. കുഞ്ഞു വീല് ബാക്കിലത്തെ. കൊള്ളാല്ലേ? ഇത് പഴയ, ഇതൊക്കെ പഴയ വണ്ടി. ഇതൊന്നും യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം അതേ തുരുമ്പായി കിടക്കുക. ഇത് ഇവിടുത്തെ ലോക്കൽ ഒരു ഹസ്കി കിടപ്പുണ്ട്. ഹായ് ഭയ്യ, പാനിപ്പൂരി കിട്ടുന്നേ? ആ 20 രൂപ. ഒരെണ്ണം പറഞ്ഞു, ഒരെണ്ണം കഴിച്ചു നോക്കാം. 8 പ്ലേറ്റ്. ഇവിടുത്തെ മസാലയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അവരാ ഇതിന്റെ മസാല ഒഴിക്കുന്നത്, കടലയുണ്ട് ഇതിൻ്റെ അകത്ത്. അതിന്റെ ഒരു മസാല ഇല്ലേ, ചാററി ഉണ്ടാക്കത്തില്ല, അതുപോലെ ഒഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വലിയ താല്പര്യം ഇല്ല. നല്ല ടേസ്റ്റ് നോക്കാം. എനിക്കിഷ്ടമാണ്. എനിക്ക് പാനിപ്പൂരി ആയാൽ മതി, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കട്ടാമീട്ട, അയ്യോ പറയാൻ വന്നേ. കട്ടാമീട്ട ചൈന അങ്ങനെയുണ്ട്. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 100-300 മീറ്റർ ഇങ്ങോട്ട് കടന്നു. ഇപ്പോൾ ഹാത്തിപൂർ മാർക്കറ്റ് നമ്മുടെ ഹോസ്റ്റലിലെ അപ്പുറത്തെ സൈഡാണ്. ഈ ഹാത്തിപൂർ മാർക്കറ്റിൻ്റെ ഇതിലോട്ട് വലിയ തിരക്കൊന്നുമില്ലെന്ന് തോന്നുന്നല്ലേ? നമ്മൾ സിറ്റിയിലോട്ട് വന്നപ്പോൾ ഈ വഴിയാണ് വന്നത്. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ ഓട്ടോ കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ ഓട്ടോക്കാരുണ്ട്. ഇപ്പോൾ ആകാശം കണ്ടോ, നല്ല ചുമന്നങ്ങോട്ട്. ഈ ഏരിയയിലോട്ട് ഈ മാർക്കറ്റാണ് ഉള്ളത്. ഇങ്ങോട്ട് സ്റ്റേയും റൂമുകളും ഒക്കെ കുറവാണ്. ഇങ്ങോട്ടൊക്കെ നടന്നു പോക്ക് ചടങ്ങാണ് കേട്ടോ. ഫുള്ള് തിരക്കാണ് വഴിയിൽ. ഞങ്ങളിവിടെ കടകളിലൊക്കെ സൈഡിൽ കൂടെ കയറി അങ്ങ് നടക്കുന്നു. വഴിയുടെ സൈഡിൽ കൂടെ നടക്കാനുള്ള സ്പേസില്ല. പിന്നെ വഴിയും ചെറിയ വഴിയാണ് കേട്ടോ. അവിടെ നാളും ബോളമൊന്നും കാണാത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ വരെ ഈ തിരക്കും ബോളമൊക്കെ ഉള്ളൂ എന്ന്. പക്ഷേ ഇങ്ങോട്ട് നല്ല തിരക്കാണ്. ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. 50% സെയിൽ, ബദാനി സാരി, റെഡിമെയ്ഡ് സൂട്ട്, കുർത്തി, കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി ഇവിടെ ബാഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹാത്തിപ്പോൾ മാർക്കറ്റ്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. പൊന്നു അതെ, അവിടെ ബെഡ്ഷീറ്റ് മേടിക്കാനുള്ള പരിപാടിയിലാണ്. ബെഡ്ഷീറ്റ് ഞങ്ങൾ വേണമെന്ന് വെച്ചാൽ സാങ്ങനീരിൽ ഞങ്ങൾ അവിടുത്തെ കൂട്ട് തന്നെ സെയിം പ്രിൻ്റ് തന്നെ നോക്കിയതായിരുന്നു. അപ്പം അന്ന് അവിടുന്ന് 2-3 എണ്ണം എക്സ്ട്രാ മേടിക്കാൻ വിട്ടുപോയി. അതെ, അതുകൊണ്ട് ഇവിടുന്നും കൂടെ മേടിച്ചോണ്ടാന്ന് വിചാരിച്ച് നോക്കിയതാണ്. പക്ഷെ ഇവിടെ അതിന് റേറ്റ് കൂടുതലാണ്. നമ്മൾ അവിടെ 800 രൂപയ്ക്ക് മേടിച്ച ബെഡ്ഷീറ്റിനൊക്കെ ഇവിടെ 1300 രൂപയ്ക്ക്. അപ്പം പിന്നെ അവിടുന്ന് ഇവിടെ വരെ വരുന്നതിൻ്റെ ചാർജിനൊക്കെ കൂടുതലായിരിക്കും. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് കിട്ടും. നല്ല ഭംഗിയുള്ള ഡിസൈൻ ബാഗുകളൊക്കെ ഉണ്ട്, ചെരുപ്പുകളുണ്ട്. നേരെ ഞങ്ങളിതെല്ലാം നോക്കി നടത്താൻ മാത്രമേ ഉള്ളൂ. മേടിയിട്ട് ഭയങ്കര കുറവാണ്. അങ്ങനെ അധികമൊന്നും മേടിക്കാറില്ല. കാരണം ഇതെല്ലാം കൂടെ മേടിച്ച വണ്ടി വെക്കാൻ സ്ഥലമില്ല. ഇത് ഫുള്ളോടെ മാർബിൾ ആർട്ടാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് 850 രൂപയ്ക്ക് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1850 രൂപയ്ക്ക് എന്നോട് പറഞ്ഞു. അതെ, ഞാൻ 850 മേടിച്ചു. നമ്മൾ അവിടെ മേടിച്ച സെയിം റേറ്റിന്. അത് നമ്മളിവിടെ വരെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുക, അങ്ങനെ മേടിക്കുക. അവിടെ ഞങ്ങൾ മേടിച്ചത് അത് അവിടെ അങ്കിളിനെ എനിക്ക് അറിയാവുന്നൊരു കടയാണ്. അതെ, അതുകൊണ്ടായിരുന്നു കുറച്ചുകൂടെ റേറ്റ് കുറവ് നമുക്ക് കിട്ടി. അപ്പം അത് സ്ഥിരമായിട്ട് അവർ മേടിക്കുന്ന കട ആയതുകൊണ്ട്, അവരിവിടെ സെറ്റിൽഡ് ആയതുകൊണ്ട് കറക്റ്റ് റേറ്റ് അറിയായിരുന്നു. അതെ, അങ്ങനെ മേടിച്ചു. അപ്പം ഇവിടെ വന്ന് അതിങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് അത് കിട്ടി. ഉണ്ട് ബാഗുകളുടെ ഉണ്ട്, നല്ല ഡിസൈൻ അല്ലേ? ആ ബാഗിന് എത്രയാണ് ചോദിച്ചോ. ഇവിടെ ഈ മാർക്കറ്റിൽ അധികം തിരക്കൊന്നുമില്ല. അപ്പുറത്തോട്ടൊക്കെ അല്ലേ തിരക്ക്. നമ്മൾ നിന്നടത്ത തിരക്കും മെയിൻ ഏരിയ, അവിടെ മെയിൻ ഏരിയ എന്ന് തോന്നുന്നു. പക്ഷേ ഉള്ളു നമ്മളെല്ലാവരും എവിടെ പോയിരിക്കുമ്പോൾ അവർ ആദ്യം പറഞ്ഞ ഹാത്തിപ്പോൾ മാർക്കറ്റാ അല്ലേ? ഞങ്ങളുടെ റൂംമേറ്റ്സ് ഉള്ള എല്ലാവരും പറഞ്ഞത് ഹാത്തിപ്പൂർ മാർക്കറ്റിൽ അവർ ഷോപ്പിങ്ങിന് പോയല്ലേന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു മനുഷ്യനെ കാണാനേ. ഇന്ന് ചിലപ്പോൾ വീക്കെൻഡ് അല്ലല്ലോ, വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും. വീക്കെൻഡിൽ നല്ല തിരക്കുണ്ടാവും. ഇവിടെ ഇഷ്ടംപോലെ ആർട്ട് റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ തബല വായിക്കുന്നവരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ തുണിക്കടകളുണ്ട്, സ്യൂട്ട് കിട്ടുന്നിടോ, അങ്ങനെ കുറേ കടകളുണ്ട്. അപ്പം ഞങ്ങൾ അധികം ഇനി കറങ്ങുന്നൊന്നുമില്ല. ഇനി ഞങ്ങളുടെ റെസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ റൂമിൽ പോവാം. കഴിക്കണം, കഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഈ ഓൺലൈനിൽ ഞങ്ങൾ 1000 രൂപയ്ക്ക് കാണുന്ന സാധനമൊക്കെ ഞങ്ങൾ ഇവിടെ 600 രൂപയ്ക്കൊക്കെ കണ്ടു കേട്ടോ. സത്യം, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടു. ലോക്കൽ മാർക്കറ്റിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ എക്സ്പെൻസ് കുറവാണ്.
അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ദീദിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയി പരിചയപ്പെട്ട ദീദി. അപ്പം ദീദിയാണ് ഞങ്ങളോട് കുറെ ബാർഗെയിൻ ഒക്കെ ചെയ്ത് റേറ്റ് ഒക്കെ കുറച്ച് മേടിച്ചോണെന്ന് പറഞ്ഞു വിട്ടത്. അതെ. അപ്പൊ ഞങ്ങൾ ഇനി ദീദിയുടെ കടയിൽ പോയിട്ട് ഡിന്നർ കഴിക്കാൻ പോവാം. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങള് ദീദിയുടെ കടയിൽ നിന്ന് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് 140 രൂപ. 140 രൂപ. ഞങ്ങള് 3 വടാപ്പാവും അതെ, ഒരു നൂഡിൽസും മേടിച്ചു, മാഗി. അതൊന്നും ഒരു ചായ മേടിച്ചു. അതെ. അപ്പൊ അത് പതുക്കെ കഴിച്ചു. രാവിലത്തെ ദിവസം കൂടെ ഒറ്റ ഫുഡായിരുന്നു. അപ്പൊ അത്രയും രൂപയായുള്ളൂ. അപ്പൊ ദീദി ഞങ്ങൾക്ക് കുറെ ഐഡിയാസ് കൂടെ പറഞ്ഞു തന്നു. അതെ. പിന്നെ ഞാൻ നമ്പറൊക്കെ മേടിച്ചു. എന്നോട് അഞ്ഞ് വൈകുന്നേരം വരുവാണെങ്കിൽ വിളിച്ചാൽ മതി, അപ്പൊ ദീദി നേരത്തെ ഫുഡ് തയ്യാറാക്കി വെക്കാന്ന്. അപ്പൊ ഇനി ദീദിനെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ പോവാം. അതെ. അപ്പൊ തൽക്കാലം ഹാത്തിപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് തിരിച്ചു പോവാം. അപ്പൊ ഈ ട്രിപ്പിൽ ഞങ്ങൾ വന്നതിൽ ഏറ്റവും അത്യാവശ്യം ചീപ്പും അതുപോലെ നല്ല മാർക്കറ്റ് ബാപ്പു ബസാർ ആയിരുന്നു. നമുക്ക് ബാർഗൻ ചെയ്യാൻ വലിയ പാടില്ല. പിന്നെ ഓൾറെഡി റേറ്റ് കുറവായിരുന്നു അവിടെ മിക്കതിനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ നോർമൽ നമ്മളിടുന്ന ഇപ്പം കമ്മലുകളാണെങ്കിൽ പോലും 100-200 രൂപയുടെയൊക്കെ ഇവിടെ പറയുന്നതിനൊക്കെ ആണെങ്കിലും അവിടെ ഒരു 50 രൂപ ചാർജൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ബസാറും കൊള്ളാം, പക്ഷെ എനിക്കൊന്ന് കളക്ഷൻ കൂടുതൽ അവിടെ ആയിരുന്നു എന്ന് ഡൗട്ട്. ഇതിലും കൂടുതൽ കളക്ഷൻ അവിടെ ബാപ്പു ബസാറിലുണ്ടായിരുന്നു. കടകളും കൂടുതലായിരുന്നു ഇതിനേക്കാളും. അത് ആ ഒരു ഏരിയ മൊത്തം അതിന് വേണ്ടിയല്ലേ. അതെ. അതാ ഞങ്ങളൊരു ചെരുപ്പട കയറി. അപ്പൊ ഇവിടോട്ട് വന്ന പിന്നീടുണ്ടല്ലോ, രാജസ്ഥാനിൽ കയറി പിന്നീട് ഞങ്ങൾ എവിടെ എത്ര സൈസ് എന്നൊന്നും പറയണ്ട, ഇവർ ഓൾറെഡി കറക്റ്റ് എടുത്തു തരും. സത്യം. കറക്റ്റിന് കയറിയാലും അങ്ങനെ, ചെരുപ്പിന് കയറിയാലും അങ്ങനെയാ. പിന്നെ ഇതുവരെ ചെരുപ്പ് നോക്കണ്ടിരിക്കുക. അപ്പൊ അവിടെയും കയറി ഒന്നും മേടിച്ചില്ല. ഞാൻ ഇങ്ങനെ വെറുതെ എല്ലാ കടലും കയറി ചുമ്മാ നോക്കും, ഇഷ്ടമുള്ള കാണുമ്പോഴേ. അപ്പൊ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇവളധികം ചെരുപ്പൊന്നും അതിൽ യൂസ് ചെയ്യത്തില്ല. ഞാൻ കൂടുതലും ഷൂസ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ കണ്ടപ്പം ഇട്ട് നോക്കാനൊരു തൊരാ. അപ്പൊ ദീദിയോട് വിളിച്ച് ഫുഡിന്റെ കാര്യമൊക്കെ ചോദിച്ചു. ഞാനൊരു ദാൽ ചാവലും പിന്നെ ഒരു പിസയും വേണ്ടിട്ടുണ്ട് ചേച്ചിക്ക്. നമുക്ക് രാജ്മാ ചാവൽ കഴിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ദീദി പറഞ്ഞു രാജ്മാ ചാവലിന് നമ്മൾ നേരത്തെ വിളിച്ച് പറയണായിരുന്നു. ഇനിയിപ്പോ ലേറ്റ് ആയി പോയി. അതെ, രാജ്മാ ചാവൽ നാളെ ആക്കാം. എനിക്ക് ഈ രാജ്മാ ചാവൽ വലിയ താല്പര്യമില്ല. എനിക്കും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നെയാണ് ഞാനൊരു തവണ കാശ്മീരിൽ പോകുന്നത്. കാശ്മീരായിട്ട് രാത്രി കടയൊന്നും ഇല്ലായിട്ടുണ്ടല്ലോ. ചിക്കൻ ഫ്രൈ കിട്ടി. അതെ, ഇതെന്താന്ന് ആദ്യം അറിയത്തില്ല. അവിടെ നോക്കാൻ കയറില്ല. പക്ഷെ ചിക്കൻ ഫ്രൈ ആണ്. വേണോ? മേടിക്കല്ലേ? 1-2 മേടിക്കും. ഒരെണ്ണത്തിന് 10 രൂപ. ഞങ്ങൾ 2 എണ്ണം പറഞ്ഞു. ഇന്നിപ്പോ ഇത് 2 പീസ് മേടിച്ചു. ഇതിലെന്തോ ഒരു മസാലയും കൂടെ വരിട്ടതാ. മസാല നാരങ്ങ ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഒരു ഫ്രൈഡ് ചിക്കൻ വൈബുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ വീടുകളാണ്. കാശ്മീർ പോയപ്പോഴാണ് രാജ്മാ ചാവൽ ആദ്യമായിട്ട് കഴിക്കുന്നത്. വിശന്ന് വലഞ്ഞിരിക്കുക. അപ്പോഴത്തേക്കും രാജ്മാ ചാവലും കൊണ്ടുവച്ചു. എനിക്കവിടെ വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ കഴിച്ചപ്പം നല്ല ടേസ്റ്റ്. അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ഭ്രാന്തി കയറുന്നത്. ഇവർക്ക് ഈ പയറുവർഗ്ഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇലവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത്. ഞാൻ പയർവർഗ്ഗങ്ങളും. അപ്പം നമ്മൾ നടന്ന ചാന്ദ്പോൾ ഗേറ്റിൽ അവിടെ എത്തി. നമ്മൾ ആ സൈഡിലാണ് സ്റ്റേ ചെയ്യുന്നത്. ദീദിയുടെ ഷോപ്പ് ഇപ്പറയാം. അപ്പം നമുക്ക് ഞാൻ അങ്ങോട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നല്ല സൂപ്പറായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും ഈ സൈഡും ഭയങ്കര ഡിഫറെൻറ്റാണ്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടാണ് മെയിൻ ഏരിയ. അതെ, കടകളെല്ലാം അടുത്തടുത്താണ്. ഇഷ്ടംപോലെ ഹോം സ്റ്റേകളും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊക്കെ ഭയങ്കര കുറവാണ്. വീക്കെൻഡ് ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. പക്ഷെ അപ്പോഴേ രസമുണ്ട്, ഒരു വൈബുണ്ട്. ആ സമയത്ത് ഈ റൂഫ് ടോപ്പുകളിലെല്ലാം ഇഷ്ടംപോലെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് വന്ന് പെട്ട വീക്കെൻഡ് അല്ലായിരുന്നോ? പിന്നെ ജസ്റ്റ് മ്യൂസിക് ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഭയങ്കര പരിപാടിയാണ്. കോൺസേർട്ടൊക്കെ പോലെ പാട്ടും ബോളിവുഡ് നൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ബോളിവുഡ് നൈറ്റും ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് തീയൊക്കെ കായുന്നു. അപ്പോൾ നമ്മൾ നടന്ന് ദീദിയുടെ കടയുടെ അടുത്ത് എത്താറായി. അപ്പോൾ അതാണ് ഞങ്ങളുടെ ദീദിയുടെ കട. അപ്പോൾ അതെ, എൻ്റെ ഫുഡ് റെഡിയായി. ചേച്ചയുടെ ആവുന്നതേ ഉള്ളൂ. അതെ, ദാൽ ചാവലും ഡാലും പിന്നെ ഞാനൊരു തൈരും പറഞ്ഞു. ചേച്ചയുടെ ഫുഡും വന്നു. അതെ, എൻ്റെ പിസ്സ റെഡി. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞു. കുറേ കടയൊക്കെ അടച്ചു. ഞാനൊരു ലസ്സി കട തപ്പി നടക്കുകയാണ്. ദഹിക്കട കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് പറയാൻ വെച്ചു. ഒരു ചോക്ലേറ്റ് ഷേക്ക് വിത്ത് ബോബ പറഞ്ഞു. 2 എണ്ണം പറഞ്ഞു. ഒരു ചോക്ലേറ്റും ഒരു സ്ട്രോബെറിക്കകത്ത് ബോബ ഇടുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സ്ട്രോബെറിയുടെ ബോബയും ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റിൻ്റെ ബോബ ഇട്ടേക്കുന്നത്. നമ്മൾ തിരിച്ച് റൂം എത്താറായി.